അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ലീനിയർ റിഗ്രഷനും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പോളിനോമിയൽ റിഗ്രഷനാണ്. അപ്പോൾ ഈ പോളിനോമിയൽ റിഗ്രഷൻ നമ്മൾ ഈ പ്രോഗ്രാം പറയണേക്ക് തന്നെ നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ വേണം എന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ചില ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കില്ല. അത് കാരണം തന്നെ അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് ആ പ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെ ഡിഗ്രി കൂട്ടും, ഫീച്ചറിൻ്റെ ഡിഗ്രി കൂട്ടും. അപ്പോൾ കർവ് പോലത്തെയൊക്കെ ലൈനാണെങ്കിലും അത് കിട്ടും. അതാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇതിൽ പ്രോഗ്രാമിൽ ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റും. നമ്മുടെ കയ്യിലുള്ള ഫീച്ചറിനെ പോളിനോമിയലിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹയർ ഫീച്ചറിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ വെച്ചിട്ട് തന്നെയാണ് എന്താണ് പ്രഡിക്ഷൻ നടത്തുന്നത്. പോളിനോമിയൽ എന്ന് പറഞ്ഞ സംഭവം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫീച്ചറിൻ്റെ ഡിഗ്രി കൂട്ടാനാണ്. നിലവിലുള്ള ഫീച്ചറിൻ്റെ ഡിഗ്രി ഹയർ ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പോളിനോമിയൽ എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിക്കണത്. പ്രഡിക്ഷൻ നടത്തുന്നത് എന്ത് വെച്ചിട്ട് തന്നെ ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ പ്രഡിക്ഷൻ നടത്തണത്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലാണ് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഡാറ്റ സെറ്റ് റീഡ് ചെയ്യാം. തുടക്കത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാം ലോഡായിട്ടില്ല ചെക്ക് ചെയ്യണം. നൾ വാല്യൂ ഉണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ സെറ്റിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് കാരണം തന്നെ ഞാൻ ആ കോളം ഡ്രോപ്പ് ചെയ്ത് കളയാണ്. അടുത്തായിട്ട് നമ്മൾ എക്സിലേക്ക് ഫീച്ചറും വൈയിലേക്ക് ടാർഗറ്റും വെച്ചു. നമ്മുടെ ഇവിടുത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലെവലാണ്, അത് ഫസ്റ്റ് കോളത്തിലുണ്ട്. അപ്പോൾ അത് ഈ സംഭവം വൈലൊക്കെ ഉപയോഗിച്ചിട്ട് എക്സിലേക്ക് ആ കോളം വൈയിലേക്ക് ടാർഗറ്റ് കോളം നമ്മൾ എടുത്ത് വെച്ചു. ഇനി ട്രെയിനും ടെസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വേഗം പറഞ്ഞു പോകണ ഈ ഭാഗങ്ങൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങളിത് ഈ വീഡിയോ ഫസ്റ്റ് കാണണമെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഈ ട്രെയിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ഇനി ആദ്യം തന്നെ സാധാ ലീനിയർ റിഗ്രഷൻ ഉപയോഗിച്ചിട്ട് ഈ മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്. നമുക്കറിയാം ലീനിയർ റിഗ്രഷൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി LR എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ നമ്മുടെ ട്രെയിൻ ഡാറ്റ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് ഒരു ട്രെയിൻ പ്രഡിക്ഷനും ടെസ്റ്റ് പ്രഡിക്ഷനും ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പ്ലോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ മോഡലിനെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നടത്തിയ പ്രഡിക്ഷനും അതേപോലെ ഫീച്ചറും തമ്മിലുള്ള ഗ്രാഫ്, അതാണ് ഇവിടെ ഈ പ്ലോട്ട് ചെയ്തേക്കണേ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഡാറ്റ പോയിൻറ്റ്സ് എല്ലാം കണ്ട ഒരു കർവ് ഷേപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ വളരെ കുറച്ച് ഡാറ്റ മാത്രമാണ് അതിൽ കറക്റ്റായിട്ട് ഇതായി വന്നോളൂ, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വന്നോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ പോളിനോമിയൽ റിഗ്രഷൻ ഉപയോഗിക്കണത്. സമയം ഇതൊരു ഇങ്ങനത്തെ ഒരു കർവായിട്ടുള്ള ലൈനാണെങ്കിൽ ആ ഡാറ്റ പോയിൻറ്റ്സൊക്കെ അതിൽ ഉൾപ്പെട്ടേനെ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കണ ഈ മോഡൽ വെച്ച് നോക്കിയാൽ ഡാറ്റ പോയിൻറ്റ്സിൽ നിന്നെല്ലാം വളരെ ദൂരത്താണ് ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതൊന്ന് പ്രിൻ്റ് ചെയ്യാൻ നിൽക്കുള്ള, മോഡൽ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കുള്ള. കാരണം നമ്മൾ പോളിനോമിയൽ റിഗ്രഷനാണ് ചെയ്യണേ, അതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ പ്ലോട്ട് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എല്ലാ ഡാറ്റ പോയിൻ്റ് അത്യാവശ്യം ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിടക്കണം ലൈനിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇനി പോളിനോമിയൽ റിഗ്രഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോളിനോമിയൽ റിഗ്രഷനിൽ ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ഫീച്ചറിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റും. ഈ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സംഭവമാണ് പോളിനോമിയൽ ഫീച്ചേഴ്സ്. അത് ഈ പ്രീ പ്രോസസ്സിങ് പാക്കേജിലിരിക്കണേ, അത് ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യണം. SQLൽ പ്രീ പ്രോസസ്സിങ് ചെയ്യുന്ന പോളിനോമിയൽ ഫീച്ചേഴ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമുക്കൊരു ആട്രിബ്യൂട്ട് വരും, ഡിഗ്രി. എത്ര ഡിഗ്രിയിലേക്കാണോ ഹയർ ഡിഗ്രിയിലേക്കാണോ മാറ്റേണ്ടത് അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇത് മാക്സിമം ഒരു 3-4 വരെയൊക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 2 ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഞാൻ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ
എക്സ്ട്രെയിൻ പോളി എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ പുതിയ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഫീച്ചറിനെ ഹയർ ഫീച്ചർ ആക്കിയിട്ട് കിട്ടണത്, അതാണ് എക്സ്ട്രെയിൻ പോളിയിലേക്ക് തന്നെ. അതേപോലെ ടെസ്റ്റിലുണ്ടായിരുന്ന ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റി. ഇവിടെ നോക്കി പോളി ഫീച്ചേഴ്സ്, ഈ സംഭവം പോളി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പേര് കൊടുത്തേക്കണത് ഈ പോളിനോമിയൽ ഫീച്ചറിൻ്റെ ഒബ്ജക്റ്റിനാണ്. അപ്പോൾ ഇത് ഫിറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ എന്താണോ പാസ് ചെയ്യണത് അതിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റും. ഇവിടെ 2 ആണ് ഡിഗ്രി, അപ്പോൾ 2 ഡിഗ്രിയിലേക്ക് അതിനെ മാറ്റും. അതാണ് ഈ ചെയ്തേക്കണ പരിപാടി. എക്സ്ട്രെയിൻ പോളി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിനിങ് സെറ്റിലെ ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ടെസ്റ്റ് പോളി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കണത് നമ്മുടെ ടെസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. ഇവിടെ ഈ ചെയ്തേക്കണത് പോളിനോമിയൽ ഫീച്ചർ എന്ന് പറഞ്ഞ സാധനം വെച്ച് നമ്മൾ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള നമ്മുടെ ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റി. അവിടെ നമ്മൾ പ്രഡിക്ഷനോ അല്ലെങ്കിൽ മോഡൽ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റി. നമുക്ക് റൺ ചെയ്യാം. റണ്ണായുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഞാൻ പറഞ്ഞു, ഏറ്റവും പറഞ്ഞു നമ്മൾ ഇവിടെ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ വെച്ചിട്ട് തന്നെയാണ് പ്രഡിക്ഷൻ ചെയ്യണേ. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സിനെ നമ്മൾ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റും. അപ്പോൾ കർവായിട്ട് കിട്ടാൻ വേണ്ടി ഇക്വേഷൻ. ബാക്കി പ്രഡിക്ഷൻ നടത്തുന്ന ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനു വേണ്ടി കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പോളി മോഡൽ എന്നാണ് പുതിയ ലീനിയർ റിഗ്രഷൻ്റെ ഒബ്ജക്റ്റിന് പേര് കൊടുത്താണ്. ഫസ്റ്റത്തെ നമ്മൾ എല്ലാർന്നാണ് കൊടുത്തത്. ഇവിടെ ഞാൻ പോളി മോഡൽ എന്ന് കൊടുത്താണ്. കാരണം പോളിനോമിയൽ ഫീച്ചർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോളി മോഡൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പേര് കൊടുത്താണ്. ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ ആയാലും അതെ, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഈ പോളി ഫീച്ചർ എന്നുള്ളടത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും കൊടുക്കാം. ലോജിക്ക് ഇതിലൂടെ വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പേര് ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ പോളി മോഡൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ലീനിയർ റിഗ്രഷൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അത് വെച്ച് അതിലേക്ക് ഞാൻ ട്രെയിൻ ഡാറ്റ ഫിറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കിയേ ഏത് ഡാറ്റ ഫിറ്റ് ചെയ്യണത്, എക്സ്ട്രെയിൻ പോളിയും അതുപോലെ വൈറ്റ് ട്രെയിനും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്താണ് നോക്കി എക്സ്ട്രെയിൻ പോളിയാണ്, എക്സ്ട്രെയിൻ അല്ല. നിലവിലുണ്ടായിരുന്ന എക്സ്ട്രെയിനെ നമ്മൾ മാറ്റിയായിരുന്നു. ഈ പോളിനോമിയൽ ഫീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി അതിനെ ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റിയായിരുന്നു. ആ മാറ്റിയിട്ടുള്ള ട്രെയിനിങ് ഡാറ്റയാണ് ഞാനിവിടെ ഈ മോഡൽ, ഈ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്ട്രെയിൻ അല്ല. ഇവിടെ നമ്മൾ എക്സ്ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ട്രെയിൻ ചെയ്യാറ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ ലീനിയർ റിഗ്രഷൻ്റെ മോഡലിൽ ഞാൻ ട്രെയിൻ ചെയ്യിച്ചാണ് എക്സ്ട്രെയിൻ പോളി ഉപയോഗിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാറ്റിയത് ഹയർ ഫീച്ചറിലേക്ക് മാറ്റിയ ഡാറ്റയാണ് ഞാൻ ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് പ്രഡിക്ഷൻ നടത്താം. വൈറ്റ് ട്രെയിൻ ട്രെയിനിങ്ങിൻ്റെ പ്രഡിക്ഷൻ അത് ഇവിടെ ഞാൻ പേര് ഞാൻ ആദ്യം കൊടുത്തപ്പോൾ മാറിപ്പോയ LR2 അല്ല വേണ്ട, പോളി മോഡലാട്ടോ വേണ്ട. അപ്പോൾ ഈ പോളി മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മളിനി പ്രഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ പോളി മോഡൽ ഉപയോഗിച്ചിട്ട് ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇതും അതേപോലെ ടെസ്റ്റിങ്ങിൻ്റെ ഇതും പ്രെഡിക്റ്റ് ചെയ്യാണ്. അതിപ്പോൾ റണ്ണായുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിൻ്റെ ഇവാലുവേഷനാണ്. ഈ R² MSE ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഇതുവരെ നമ്മൾ ഇപ്പോൾ മോഡൽ ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മളിവിടെ ചെയ്യണ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ പോളിനോമിയൽ ഫീച്ചർ ഉപയോഗിക്കണേ. പ്രഡിക്ഷൻ നടത്തുന്നത് ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ വെച്ചിട്ട് തന്നെയാണ്. അതിൽ പാസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തേന് വരെ എന്താ പാസ് ചെയ്യുക, നമ്മൾ കൺവേർട്ട് ചെയ്ത ഹയർ ഡിഗ്രിയിലേക്ക് മാറ്റിയ ഫീച്ചേഴ്സാണ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവാലുവേഷൻ നോക്കാം. ഇതിൻ്റെ സ്കോറും പെർഫോമൻസൊക്കെ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഓരോന്നും എന്താണെന്നുള്ളത് ലാസ്റ്റത്തെ മുന്നത്തെ വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ നോക്കിയാൽ മതി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്ലോട്ടിംഗ് ആണ്. ആദ്യം നമ്മൾ എക്സും നമ്മുടെ സാധാ ലീനിയർ റിഗ്രഷൻ മോഡലും വെച്ച് വന്ന പ്രഡിക്ഷൻ തമ്മിൽ പ്ലോട്ട് ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ പുതിയ നമ്മുടെ റിഗ്രസർ എന്ന് വെച്ചാൽ പോളി മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഈ മോഡൽ വെച്ച് വരുന്ന പ്രഡിക്ഷൻ തമ്മിലുള്ള ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യണേ. ഇവിടെ ഈ ബ്രാക്കറ്റിൽ പോളി ഫീച്ചേഴ്സ് ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം എക്സ് എന്ന് പറഞ്ഞ് പാസ് ചെയ്തേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോളിനോമിയൽ ഹയർ ഫീച്ചറിലുള്ള ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സിനെ ഹയർ ഫീച്ചർ ആക്കിയിട്ട് അത് എന്തിലേക്ക് കൊടുത്തു, പോളി മോഡൽ പ്രഡിക്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ തന്നെ എന്താ
ഹയർ ആക്കിയ ഫീച്ചറിൻ്റെ പ്രഡിക്ഷൻസ് കറസ്പോണ്ടിങ് ടു യെസ് ആയിട്ട് പ്ലോട്ട് ചെയ്യും. നമുക്കപ്പോൾ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നേക്കണത്. ഈ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യണ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂടുതൽ ആക്യുറേറ്റ് ആക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇപ്പോൾ ഈ ഡിഗ്രി ഞാൻ 2ന് പകരം 3 കൊടുത്തതെന്ന് എഴുതാം. 2ന് പകരം ഞാൻ 3 അവിടെ ഡിഗ്രി കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അതെ, ഇടയിലത്തെ റൺ ചെയ്യാനായിട്ടാണ്. 2ന് വരെ ഞാൻ 3 ആക്കി. എന്നിട്ട് ഇത് റൺ ചെയ്തു. ഇപ്പോൾ കണ്ടോ, നേരത്തെ വന്നതിനേക്കാൾ ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഞാൻ 3ന് പകരം 4 ആക്കി എന്ന് എഴുതാം. ഇപ്പോൾ ഇത്രയും കൂടിയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് വന്നേക്കണതാണ്. അപ്പോൾ ഇതാണ് പോളിനോമിയൽ റിഗ്രഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പോളിനോമിയൽ ഫീച്ചർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് നമ്മുടെ ഫീച്ചേഴ്സിനെ ഹയർ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. എന്നിട്ട് ഇവിടെ പ്രഡിക്ഷൻ നടത്തുന്നത് എന്ത് ഉപയോഗിച്ചിട്ട് തന്നെ, ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ ഉപയോഗിച്ചിട്ട് തന്നെ പ്രഡിക്ഷൻ നടത്തണേ. ആകെ വ്യത്യാസം എന്താ, നമ്മുടെ മോഡൽസിനെ ആദ്യം തന്നെ നമ്മൾ ഹയർ ഫീച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോളിനോമിയൽ ഫീച്ചർ. ഈ ഡിഗ്രി മാക്സിമം 4 വരെയൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുള്ളൂ. അതിൽ കൂടുതൽ വാല്യൂസ് ഒന്നും അതിന് എടുക്കാറില്ല. പിന്നെ ഇവിടെ ഇത് ഷോ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ നേരിട്ട് പോളിനോമിയൽ റിഗ്രഷനെ ചെയ്യണമെങ്കിൽ ഇത് കാട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇത് കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പോളിനോമിയൽ റിഗ്രഷൻ ഉപയോഗിക്കാനുള്ള കാരണം. കാരണം ഇവിടെ ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈനാണ്. അത് വെച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡാറ്റ പോയിൻറ്റ്സ് ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ആ ലൈനുണ്ട്. അത് കാരണം ആക്യുറസി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ പോളിനോമിയൽ റിഗ്രഷൻ ഉപയോഗിക്കുന്നത്.